നമസ്കാരം. മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി മഹാവികാസ് അഗാദി സഖ്യം. കോൺഗ്രസും ശിവസേന ഉദ്ധവ് താക്കർ വിഭാഗവും NCP ശരത് പവാർ വിഭാഗം ഒന്നിക്കുന്ന മഹാവികാസ് അഗാദി സഖ്യം ഇതിനോടകം തന്നെ സംസ്ഥാനത്തെ ഒട്ടാകെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഡൽഹിയിലെ AICC ആസ്ഥാനത്തെത്തി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമായി മഹാവികാസ് അഗാദി സഖ്യത്തിലെ NCP ശരത് ചന്ദ്ര പവാർ വിഭാഗവും ഉദ്ധവ് താക്കറെ വിഭാഗവും കൂടിക്കാഴ്ച നടത്തി തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ട് മഹാരാഷ്ട്രയിൽ ഭരണം തിരിച്ചുപിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടി നീങ്ങുകയാണ് മഹാവികാസ് അഗാദി സഖ്യം. സംസ്ഥാനത്ത് ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച കോൺഗ്രസ് ഉൾപ്പെടുന്ന സഖ്യം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 200-ലധികം സീറ്റുകളാണ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ മുന്നോടിയായി മൂന്ന് പാർട്ടികളും സീറ്റ് വിഭജന ചർച്ചകൾ ഏകദേശം ധാരണയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങൾ തന്നെ സീറ്റ് ധാരണ ചർച്ച പൂർത്തിയാക്കിക്കൊണ്ട് വളരെ വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാനത്ത് സഖ്യത്തിന് അനുകൂലമായുള്ള തരംഗം കൂടുതൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി പരമാവധി വോട്ടുകൾ മഹാവികാസ് അഗാദി പാളയത്തിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടി ഒറ്റ മനസ്സോടുകൂടിയാണ് മൂന്ന് പാർട്ടികളും സംസ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും പ്രകടനം കാഴ്ചവെച്ച സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശക്തമായ പ്രകടനമാണ് കാഴ്ചവെക്കാനൊരുങ്ങുന്നത്. 13 സീറ്റുകൾ നേടി സംസ്ഥാനത്ത് വലിയ മുന്നേറ്റം കാഴ്ചവെച്ച കോൺഗ്രസ് തന്നെയായിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൂടുതൽ സീറ്റുകൾ മത്സരിക്കുക. ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷത്തിനും ശരത് ചന്ദ്ര പവാർ NCP വിഭാഗത്തിനും അർഹമായ പരിഗണന നൽകുമെന്നും അതിലൂടെ സംസ്ഥാനത്ത് പരമാവധി സീറ്റുകൾ നേടുക എന്ന ഒറ്റ ലക്ഷ്യമാണ് തങ്ങൾക്ക് മുന്നിലുള്ളതെന്നും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ മാധ്യമങ്ങളോട് പറഞ്ഞു.